എല്ലാവർക്കും റിച്ചസ് ജുവൽസ് ആൻഡ് ഗാർഡൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ പൂക്കളാണല്ലേ. അപ്പോൾ ഈ ഒരു സെറ്റ് ഏകദേശം കഴിയാറായി. ഇതിന് ശേഷം ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നത് ഫ്രഞ്ച് മേരിഗോൾഡാണ്. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് മേരിഗോൾഡ്. അതിൻ്റെ ഒരു രൂപഭംഗി പറയേണ്ടത് തന്നെയാണ്. ഹൈബ്രിഡാണ്, അതുകൊണ്ട് തന്നെ നല്ല കുള്ളൻ ചെടിയായി നിന്നിട്ട് നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. വിത്തുകൾക്കും പച്ചക്കറി വിത്തുകൾക്കും ഒപ്പം പൂച്ചെടി വിത്തുകൾക്കും പൂച്ചെടികൾക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. വിങ്ക ഫ്ലവേഴ്സിൻ്റെ കുറേ വെറൈറ്റി നമ്മുടെ കയ്യിൽ നിന്ന് പലരും വാങ്ങി നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത സെറ്റ് പച്ചക്കറി തൈകളാണ്. അപ്പോൾ ഈ തൈകളൊക്കെ നടാനുണ്ട്. വെണ്ടയുടെ, മുളകിൻ്റെ, തക്കാളി, കുക്കുംബർ എന്നീ തൈകളാണ് കേട്ടോ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടാനുണ്ട്. അപ്പോൾ വലിയൊരു പണിയാണ് പിന്നാലെ കിടക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, മുളകിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റി വിത്തുകൾ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളോട് കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് വാട്സാപ്പിൽ ബാൽസത്തിൻ്റെ ചെടികളുണ്ടോ വിത്തുകളുണ്ടോ എന്നൊക്കെ. ഇതൊക്കെ നമ്മൾ പിന്നീട് കൊണ്ടുവരും കേട്ടോ. ഓരോ സെറ്റായിട്ട് നമ്മൾ എല്ലാ ചെടികളും നിങ്ങൾക്ക് എത്തിക്കും. പിന്നെ അതേ വെറൈറ്റി 10 മണി ചെടികൾ നടാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പുതിയ സെറ്റുകൾ ഇനിയും വരും. അപ്പോൾ ഒരു ഏകദേശം 35 മുതൽ 40 തരം അടുക്ക് 10 മണി തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നീട് നമ്മൾ അറിയിക്കും. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ചുരുങ്ങി പോയിട്ടാണ്. അപ്പോൾ ഇവിടെ മഴ പെയ്തു, വേനൽ മഴ, ആദ്യത്തെ മഴയാണ്, നല്ല മഴയായിരുന്നു. നിലവിൽ നമ്മൾ കൊടുക്കുന്ന 10 മണി ചെടികളുടെ കോംബോ ഓഫറിന് വേണ്ടിയിട്ട് വാട്സപ്പിൽ അയക്കാട്ടോ, ഓർഡർ ഇടാട്ടോ. 30 കളറിന് 200 രൂപയാണ് വില വരുന്നത്. അങ്ങനെ ദേ പിന്നാലെ വരുന്നുണ്ട് റോസിൻ്റെ വെറൈറ്റീസ്. ഓർക്കിഡ് റോസ്, പനിനീർ റോസ്, റൂട്ടഡ് ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസസ്, അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഇതൊക്കെ നമുക്ക് വഴിയെ കാണാം. പച്ചക്കറി വിത്തുകൾക്കും പൂച്ചെടികൾക്കും 10 മണിക്കും വിങ്ക റോസിനായിട്ട് ഒത്തിരി ഓർഡേഴ്സ് ഡെയിലി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും വീഡിയോ ചെയ്യാൻ സാധിക്കാറില്ല കേട്ടോ. ഈ ഒരു അവസ്ഥയാണ് നമുക്ക്. അപ്പോൾ ഡെയിലി നമ്മൾ ഇത്രയധികം പാക്കിങ്സ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത്. ഇനി നമ്മുടെ കൊച്ചു കൃഷി വിശേഷങ്ങളിലേക്ക്, വീട്ടുവിശേഷങ്ങളിലേക്ക് കുറച്ച് കൃഷി ടിപ്സും നമ്മുടെ ഇടയിൽ ഓരോന്നായിട്ട് വരും. അപ്പോൾ ചെറിയ ടിപ്സ് ആണെങ്കിലും വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റെഡ് ലേഡി പപ്പായ ആണ് കേട്ടോ. റെഡ് ലേഡി പപ്പായ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അത് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് തൊട്ടടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ കൃഷി വിശേഷം എന്ന് പറഞ്ഞാൽ വിങ്കയുടെ സീലിങ്സ് മാറ്റി നടാനുള്ള മിക്സ് നമ്മൾ നിറയ്ക്കാനുണ്ട് കവറുകളിൽ. അപ്പോൾ അത് കവറുകളിൽ നിറച്ച് എത്രയോ 10, 250, 500 കവർ വരെ ഒരു ദിവസം നിറയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വിങ്കയുടെ സീലിങ്സ് വെച്ച് പിടിപ്പിച്ചത് ഹെൽത്തിയായി വളർന്ന് പൂക്കളുണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിൽ നമ്മൾ അടുത്ത സ്റ്റേജ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റും കേട്ടോ. വിങ്ക റോസിൻ്റെ തൈകളാണെങ്കിൽ ബൊഗൻവില്ലയുടെ കമ്പുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത കളേഴ്സാണ് കേട്ടോ. ഇത് ഒറ്റ കളർ തന്നെ കുറേ കമ്പുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് സെയിം കളർ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതേ നമ്മൾ വാളരിയുടെ വിത്തുകൾ ഏറെക്കുറെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു വേനൽ മഴ കിട്ടിയിരുന്നു, അതിന് പിന്നാലെ കടുത്ത വെയിലും കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആ വെയിലത്ത് ഉണങ്ങി നിന്ന എല്ലാ വാളരികളും നമ്മൾ പറിച്ചെടുത്ത് വിത്തിന് വെച്ചതാണ്. അപ്പോൾ വിത്തിന് വെച്ച വാളരികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ജയൻറ്റ് ബീൻസിൻ്റെ വിത്തുകൾ എടുക്കുന്നത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് പൊളിച്ചിട്ട് നോക്കി എന്ത് ഭംഗിയായിട്ടാണ് വിത്തുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണല്ലേ. അപ്പോൾ ഇത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടത്. നമ്മൾ പലതവണ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെയും പലരും ചോദിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒരു തവണ കൂടി ഞാൻ ഈ ഒരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മുളക് ചെടിയിലെ കുരുടിപ്പ്. അപ്പം മുളക് ചെടിയിലെ കുരുടിപ്പ് വരാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് തൈ നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ടേ നമ്മൾ ഇതിന് മരുന്ന് ചെയ്തുകൊണ്ടിരിക്കണം. അത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചാൽ മതി. അത് ഇടവിട്ട് തളിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും തളിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പ്രാണികളൊന്നും ഇതിൽ വന്നിരിക്കുകയോ അങ്ങനെ കുരുടിപ്പ് ബാധിക്കുന്ന യാതൊരുവിധ സംഗതികൾ ഇതിനെ ബാധിക്കില്ല കേട്ടോ. ഇതിൽ കണ്ടോ. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ല ഉഷാറാണ്. കുരുടിപ്പില്ലാത്തതുകൊണ്ട് തന്നെ മുളകും നല്ല വലിപ്പമുണ്ട്, തിളക്കമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെ ശ്രമിച്ചു നോക്കട്ടോ. കുരുടിപ്പ് വന്ന ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് തീർത്തും മാറ്റി കൊണ്ടുപോകാൻ. അപ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണിൽ നമ്മൾ തൈകൾ നട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എന്ന് പറയുന്നത് മുളക് ചെടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഈ കുരുടിപ്പിൻ്റെ ഈ ഒരു ചെടി കണ്ടോ, തൈ മാറ്റി നട്ടിട്ട് വെറും 40 ദിവസം ആകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നിറയെ മുളകുകൾ വന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ. നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് നിറയെ വിളവ് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ നമുക്കുള്ളത്. ഇനി നമ്മുടെ അടുത്ത കൃഷി വിശേഷത്തിലേക്ക് കടന്ന വിത്തുകൾ തന്നെയാണ്. അതായത് നമ്മുടെ നിത്യവഴുതനയുടെ വിത്തുകൾ. അപ്പോൾ നിത്യവഴുതന ഉണ്ടായിട്ട് അത് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി വെച്ച് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നമുക്കിത് ബജ്ജി ഉണ്ടാക്കാൻ പറ്റും. കായ് ബജ്ജി, മുളക് ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നിത്യവഴുതന ബജ്ജി ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്കിപ്പോൾ 4 മണിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ പോയി കൊള്ളി പറിക്കുക, കൊള്ളി കഴിക്കുക. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫ്രഷ് കൊള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മൾ കൊടുക്കാൻ വെച്ച മുട്ടയാണ് കേട്ടോ. അപ്പോൾ
നാടൻ കോഴിമുട്ട എന്ന് പറയുന്നത് നമുക്ക് ഒന്നിന് 9 രൂപ വെച്ച് കടക്കാർ തരും. അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച മുട്ടകളാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് എങ്ങനെ പോയാലും 20-25 മുട്ടകൾ കിട്ടും. അത് അന്ന് തന്നെ നമ്മൾ കൊടുത്ത് അവസാനിപ്പിക്കും. കൃഷി ചെയ്യുന്നവർ, പച്ചക്കറി കൃഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ പൂക്കളെ സ്നേഹിക്കുന്നവരായിക്കോട്ടെ, ഇതുപോലെ 4 കോഴീനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ചെടികൾക്കുള്ള വളവുമായി. ഇനി പൂച്ചെടികളിൽ നന്നായിട്ട് പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ ഏത് പഴത്തിൻ്റെ ആയാലും തൊലി ശേഖരിച്ച ശേഷം അത് ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി ഒന്ന് മിക്സിയിൽ അടിച്ച് പൊടിച്ച് നമുക്ക് ചെടികളുടെ കടകളിൽ ഇട്ട് കൊടുക്കാം. ഇത് 10 മണിക്കും വിങ്ക റോസിനും പിന്നെ നമ്മുടെ റോസ് ചെടിക്കും എല്ലാ പൂച്ചെടികൾക്കും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൂക്കൾ തിങ്ങി നിറയാൻ പറ്റിയ നല്ലൊരു വളമാണ്. നമ്മൾ DAP ഒക്കെ ഉപയോഗിക്കില്ലേ, ആ ഒരു സെയിം ഇഫക്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് ഈ പഴത്തിൻ്റെ തൊലി. അപ്പോൾ ഈ രീതിയിൽ പഴത്തിൻ്റെ തൊലി നിങ്ങൾ ഉപയോഗിച്ച് നോക്കും. ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെടിയിൽ മാത്രമായിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഞാൻ ആ ഒരു പരീക്ഷിച്ച ചെടിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനൊരു DAP ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഈ ഒരു പഴത്തൊലിയാണ് ഈ പറഞ്ഞ പ്രകാരം ഉണക്കി മിക്സിയിലടിച്ച് പൊടിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കും. ആഴ്ചയിൽ ഒരു ദിവസം എങ്ങനെ പോയാലും ഞാൻ ഈ ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. കാരണം അത്രയും നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് അത് പറയുന്നത്. അടുത്തത് നമ്മൾ ട്രൈ ചെയ്തത് നമ്മുടെ സ്വന്തം 10 മണി ചെടികളിലാണ്. ഇതിൽ ഞാൻ ദ്രാവക രൂപത്തിലാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഈ പഴത്തൊലി മിക്സിയിലടിച്ചിട്ട് 4 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പുളിപ്പിച്ച് എന്നിട്ട് ദ്രാവക രൂപത്തിൽ, അതായത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഈ 10 മണിയുടെ ചട്ടികളിൽ ഒഴിച്ചു കൊടുത്തു. അപ്പം അതും റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഇനി നമ്മുടെ കൊച്ചു വീട്ടു വിശേഷങ്ങളിലേക്ക് കടന്നാൽ ഈ പച്ചക്കറികളൊക്കെ പറിച്ചെടുത്തിട്ട് ഇവിടെ കട തുടങ്ങിയേക്കാണ് കേട്ടോ, പച്ചക്കറി കട. അപ്പം അങ്ങനെ പിള്ളേരൊന്ന് കളിക്കുന്നുണ്ട്. കൊത്തമര എന്താ വില ചേച്ചി? ഇതെന്താ ചേച്ചി? കുക്കുംബറിന് എന്താ വില? 20. ആ, ഇതെന്താ ചേട്ടാ? അപ്പം കളി കുറച്ച് നേരം തുടർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പച്ചക്കറികൾ എടുത്തിട്ട് നമ്മൾ സാമ്പാർ വെച്ചു കേട്ടോ. അങ്ങനെ അവരുടെ കണ്ണിൽപ്പെടാത്ത വഴുതനയും സാമ്പാറിലേക്ക് വീണു. കുറച്ച് പയർ കിട്ടി, പയർ തോരനാക്കി. അപ്പം സാമ്പാറും പയർ തോരനും. നൊയമ്പായതുകൊണ്ട് തന്നെ ഈ നമുക്ക് പച്ചക്കറികൾ അധികം ചിലവാകാത്തൊരു മാസമാണ് റംസാൻ മാസം. അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഈ രീതിയിൽ നമ്മൾ അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മുടെ 10 മണി ചെടികളുടെ കോംബോ 30 കളറിൻ്റെ കോംബോയ്ക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം. 50ഉം 100ഉം കളേഴ്സ് നമ്മൾ പിന്നീട് തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നല്ല തിരക്കാണ്. 10 മണി ചെടികൾ ഓർഡർ ചെയ്യുന്നവർ ഡെയിലി വരുന്നത് 100-150 പേരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 30 കളറിൻ്റെ കോംബോ ഒറ്റ സ്ട്രക്ചറുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 10 മണികൾ കൂടാതെ വിങ്ക നിലത്ത് നടാൻ പറ്റുമോ എന്ന് നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടിയിലോ നിലത്തോ എങ്ങനെ വേണമെങ്കിലും നടാട്ടോ. അപ്പം നിലത്ത് നടുമ്പോൾ അതിൻ്റേതായ വളങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ആ രീതിയിൽ നടാം. അപ്പം മഴ പെയ്യുമ്പോൾ നിലത്ത് നട്ടി നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കില്ല എന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളത്തേക്കുള്ള തോരനുള്ള ചീരയുമായി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.